അപ്പോൾ ടി വി എസ് ഫാമിലി കാലിക്കറ്റാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറിയ കുഞ്ഞു എന്താ പറയുക വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്യലൊന്നുമില്ല, എന്നാലും ഒരിഷ്ടം തോന്നി. അപ്പോൾ ലൈവിൽ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ലോങ് വീഡിയോ എടുത്തിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാണാമെന്നുള്ള സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രം ഈ വീഡിയോ ചെയ്യാം കേട്ടോ. നാട്ടിൽ തന്നെ നല്ല എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയുമല്ലേ, നല്ല കൃഷിയും കാര്യങ്ങളുള്ള തൊട്ടടുത്ത് തന്നെ വയലുണ്ട്. വയലിനടുത്ത് തന്നെ വയലിൻ്റെ നമ്മളെ വെള്ളം ലഭ്യമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൃഷി ഒക്കെ ഇവിടെ എടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അത് ആ വീട് തൊട്ടടുത്തുള്ള ആ വീട്ടിട്ട് ദാസേട്ടൻ്റെ വീട്, അത് ദാസേട്ടനാണ് കർഷകൻ. അപ്പോൾ ഒരു എന്താ പറയുക ഒരുപാട് നമ്മളെ നാട്ടിൽ തന്നെ പത്രങ്ങളിലൊക്കെ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആളെ ഫോട്ടോയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇത് വേറൊരു അവസരത്തിലും തീർച്ചയായിട്ടും ആ പോസ്റ്റുകളൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പോകാം. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതാട്ടോ സൂര്യകാന്തി. എന്താ പറയുക നല്ല ഏറ്റവും വലിയ പൂവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അല്ലേ, നല്ല രസമല്ലേ. പിന്നെ കൃഷി വെണ്ട ഒക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താണ് പേരൊന്നും എനിക്കറിയില്ല. വട്ടപ്പല കൃഷി, കയ്പ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക, നമുക്ക് സമയവും അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അതൊന്നും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ശരി കേട്ടോ. പിന്നെ ഇവിടെ തന്നെ കുറച്ച് വെള്ളരി കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പറിച്ചെന്ന് തോന്നുന്നു കേട്ടോ. കയ്പയൊക്കെ നന്നായിട്ട് മൂടി വെച്ചാട്ടോ, ഫുള്ള് കായ്കളുണ്ട്. പിന്നെ ചെണ്ടുമല്ലി നമ്മുടെ കുറച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെണ്ടുമല്ലി ഇവർ ഓണത്തിനൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം പ്രത്യേകത്തിന് ആ ഭാഗത്ത് കുറച്ച് വെച്ചെന്നാണ് കേട്ടോ ചെണ്ടുമല്ലിപ്പൂ. എന്തെന്നെ സൂര്യകാന്തി, എനിക്ക് ഈ കൃഷിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂര്യകാന്തി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. ജസ്റ്റും കൊണ്ടുവന്നാൽ കുറച്ച് വത്തക്ക കൃഷി, ഒക്കെ പറിച്ചു പോയെന്ന് തോന്നിട്ട് ഒരുപാട് വൈകിപ്പോയി ഞാൻ വന്ന്. പിന്നെ ചീര, പിന്നെ മുളക് കേട്ടോ, വലിയ കൊന്ത മുളക് തന്നെ, വലിയ മുളക് തന്നെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. വലിയ കൊന്തമുളക് ഇത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് സമയം കണ്ടെത്തി ഇതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ആത്മാർത്ഥമായ എന്താ പരിശ്രമം വേണം കേട്ടോ. അങ്ങാടി മുളക്, പിന്നെന്താ വെള്ളരി, കക്കിരി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ചോള, പേരെന്താ അറിയാമെന്നാലും ചോള എന്ന് തോന്നില്ലേ, അതെ ചോള. അതായത് മുപ്പര കൊണ്ടാവുന്ന എല്ലാവിധം കൃഷികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ആൾ പഞ്ചായത്തിൻ്റെ പ്രത്യേക എന്താ പറയുക ബഹുമതിയൊക്കെ നേടിയ ആളാണ്. പിന്നെ വേണ്ട കൃഷി
വെണ്ടയുടെ പൂവുണ്ടല്ലോ, നല്ല രസമല്ലേ കാണാൻ. ഇനി ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ചോദിക്കാൻ ആരുമില്ല, ഇവിടെ വീട്ടിൽ ആരും കാണുന്നില്ല. ചോദിച്ച് മനസ്സിലാക്കി. എന്തായാലും അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അത്യാവശ്യം വാഴകൾ ഒക്കെ, അതായത് മാക്സിമം തന്നാൽ കഴിയുന്ന എല്ലാവിധ കൃഷികളും ആൾ നടത്തുന്നുണ്ട്. പിന്നെന്താ ഇതെന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും അതിൻ്റെ രസമായിട്ട് കാണുന്നു. പൂക്കളൊക്കെ വരുന്നു. ഇതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഒരുപാട് ഇവിടെയൊക്കെ ഈ കാണത്തിലൊക്കെ കാണുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇതാണ് കൃഷി. തൊട്ടടുത്ത് അവിടെയുണ്ട് അതേ കൃഷി തന്നെ. പിന്നെ ഇവിടെ മൊത്തം എന്താ കൃഷീൻ്റെ ഒരു ആഘോഷം തന്നെയാണ് ശരിക്കും. തൊട്ടടുത്ത് അപ്പുറത്ത് തന്നെ കൃഷി കാണുന്നുണ്ട്, ഒരുപാട് എന്തൊക്കെ കൃഷികൾ കാണുന്നുണ്ട്. എന്താ പറയുക, തനി നാട്ടിൻപുറം എന്നൊക്കെ പറയില്ലേ. എന്തായാലും അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അവിടെയൊക്കെ കൃഷികളാണ്. ഒക്കെ നല്ല വെയിലാണ്, തിരിച്ചു പോകും കേട്ടോ. എന്തായാലും 6 മിനിറ്റോളം ആ വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഒന്ന് സബ് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്.